അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. പരമകാരുണികനും കരുണാമയനുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം. അവൻ സർവ്വലോക പരിപാലകൻ, പരമകാരുണികൻ, കരുണാമയൻ, പ്രതിഫല ദിനത്തിൻ്റെ നാഥൻ. നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നയിക്കണമേ. നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപിഴച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ. അൽഹംദുലില്ലാഹ്. ഈന്തമരങ്ങൾ ഇടതിങ്ങിയ ശീതള ശാദ്വരങ്ങളിൽ സുഖിക്കുന്ന അല്ലയോ മക്കാദേശമേ, നിനക്കായി പരമകാരുണികനായിട്ടുള്ള അള്ളാഹു ഉയർത്തിക്കാണിച്ച് ഒരുവനാണ് ഉമർ ബിൻ അൽ ഖത്താബ്. അങ്ങനെ ഗസാൻ രാജാവായിരുന്ന ജബല ഹിറാക്ലിയസിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് അടർന്നു പോകുന്നത്, ശരീരത്തിൻ്റെ അല്ല, അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ, അതിങ്ങനെ വീണ് പോകുന്നത് ഇങ്ങനെ നോക്കിക്കണ്ടു. ഒരു മഹാസൗധത്തിൻ്റെ ഓരോ കല്ലുകളും വീണു പോകുന്ന പോലെ, അങ്ങനെ അവസാനം ആ സൗധം ഇല്ലാതാകുന്നത് പോലെ. ഇത് ഗസാൻ രാജാവ് ഇതെല്ലാം നോക്കിക്കാണുകയാണ്. അവിടെയുണ്ട് എല്ലാവരും സിറിയൻ ഗോത്രങ്ങൾ മുഴുവൻ ഒന്നൊന്നായിട്ട് ഓരോ ഗോത്രങ്ങളും സ്വന്തം ഇഷ്ടപ്രകാരം സന്തോഷത്തോടുകൂടി അതുവരെ അനുഭവിച്ച പീഡനങ്ങളും യാതനകളും അവസാനിക്കുമല്ലോ എന്നുള്ള പ്രത്യാശയോട് കൂടിയിട്ട് ഇസ്ലാമിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു. അതും അയാൾ മനസ്സിലാക്കി. ഇനിയിപ്പോൾ വേറൊന്നും ചെയ്യാനില്ല. ഇനി ലോകമെമ്പോഴും പടരാൻ നിൽക്കുന്ന സത്യമതത്തെ ആശ്ലേഷിക്കുക, അതാണ് ബുദ്ധി. അദ്ദേഹം അത് സ്വീകരിച്ചു. അബൂ ഉബൈദയെ വിവരമറിയിച്ചു. അബൂ ഉബൈദയ്ക്ക് വലിയ സന്തോഷമായി. അങ്ങനെ ഈ വാർത്ത ഉമർ ബിൻ ഖത്താബിനെ അറിയിച്ചു. അദ്ദേഹത്തിന് സന്തോഷമായി. ഈ പറയുന്ന ഗസാൻ രാജാവായിരുന്ന ജബലയും അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന 500ഓളം ആളുകൾ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിൻ്റെ പരിചാരകരും അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരും ബന്ധുക്കളും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കൂടിയിട്ട് മദീനയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ മദീനയിൽ ചെന്നു. അകലെ നിന്ന് കണ്ടു 5 നില കെട്ടിടം, പരിപൂർണമായിട്ടും സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമാണ് മേഞ്ഞിട്ടുള്ളത്. കാവൽക്കാർ 500 കാവൽക്കാർ. അതിൻ്റെ മധ്യത്തിലായിട്ടുള്ള വിശാലമായ ഹോളിനകത്ത് മയൂര സിംഹാസനം, രത്നങ്ങളും പവിഴങ്ങളും മുത്തുകളും മരതകങ്ങളും വെച്ച് മയൂര സിംഹാസനത്തിങ്ങനെ ഇരിക്കുകയാണ് ഉമർ ബിൻ ഖത്താബ്. ചക്രവർത്തിയല്ലേ, മദീന മഹാസാമ്രാജ്യത്തിൻ്റെ, ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയല്ലേ. അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണ്, ചെങ്കോലും കിരീടമൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ചുറ്റും പരിചാരികമാരും. അതാണ് ഗസാൻ രാജാവ് കണ്ണുകൊണ്ട് കണ്ടത്. അതാണ് താൻ കാണുക എന്നാണ് ഗസാൻ രാജാവ് മനസ്സുകൊണ്ട് ഉറപ്പിച്ചത്. അദ്ദേഹം നടന്ന് മദീനയിലെത്തി. അവിടെ ഒരു കൊട്ടാരവുമില്ല, പരിചാരികമാരുമില്ല, സ്വർണവുമില്ല, വെള്ളിയില്ല, ഒന്നുമില്ല. എവിടെയാണ് നിങ്ങളുടെ ചക്രവർത്തി? അവിടെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നുണ്ട്. അവിടെ പോയി നോക്കി. കുറച്ച് ദിവസമോ കുറച്ച് മണിക്കൂറും കൂടെ കിടന്ന് ഉറങ്ങുണ്ടായിരുന്നു. അതിന് അങ്ങോട്ട് പോയി. അവിടെ വെള്ളം ഒഴുകുന്ന സ്ഥലമുണ്ട്, ചിലപ്പോൾ അവിടെ ഉണ്ടാവും. ചക്രവർത്തിയോ? അതെ, മദീനയുടെ ഖലീഫ മദീനയുടെ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ കുപ്പായം കയറി കഴിഞ്ഞാൽ അദ്ദേഹം തുന്നിക്കൂട്ടും. യമനിൽ നിന്ന്, താൻ ഖലീഫയാണ്, യമനിൽ നിന്ന് വസ്ത്രം വരട്ടെ, സിൽക്ക് വസ്ത്രം വരട്ടെ എന്നൊന്നും പറയാറില്ല. ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിൽ പല കളറുകളാണ്, പല തുണികളും കൂട്ടി യോജിപ്പിച്ച് അൽപ്പാഹാരി
തൻ്റെ നാട്ടിലുണ്ടായിരുന്ന ഒരു സാധാരണക്കാരൻ്റെ കുടിലിൻ്റെ അത്രയും വലിപ്പമില്ലാത്ത കുടിലുകൾ, അവിടുത്തെ സംവിധാനങ്ങൾ, വെള്ളിയിലെണ്ണാവുന്ന കാര്യം ഒരു കൂജ ഉണ്ടായിരിക്കും, വെള്ളം വയ്ക്കാൻ ഒരു ചട്ടി ഉണ്ടായിരിക്കും, ആഹാരം കഴിക്കാൻ ഒരു പായ ഉണ്ടായിരിക്കും, കിടന്നുറങ്ങാൻ. ഗസാനിലെ പട്ടാളക്കാരന് പോലും ഇതിനേക്കാൾ മെച്ചപ്പെട്ട താമസ സൗകര്യം ഉണ്ടാകും. അതിനേക്കാൾ ലളിതതരമായിട്ടുള്ള ഒരു രാജാവിൻ്റെ ഭവനം അദ്ദേഹത്തെ നോക്കിക്കണ്ടു. ബോധം കെട്ടുപോയി. ഗസാൻ രാജാവ് ബോധം കെട്ടുപോയി. പ്രതീക്ഷിച്ചത് വെള്ളിയും സ്വർണവും കൊണ്ടുള്ള കൊട്ടാരം, കണ്ടതോ ഈന്തപ്പനയോല മേഞ്ഞ് ഉള്ളിൽ കിടക്കുമ്പോൾ ആകാശം കാണാം, നക്ഷത്രങ്ങൾ എണ്ണാം. അങ്ങനെയുള്ള ഒരാളുടെ കുടിൽ. എന്തൊരു പുതുമ, എന്തൊരു വിസ്മയം! ഇത് തന്നെയാണോ ഉമറിൻ്റെ വസതി? ഇത് തന്നെയാണോ ഉമറിൻ്റെ വസതി? അതോ തനിക്ക് തെറ്റിപ്പോയോ? അതോ താൻ സ്വപ്നം കാണുകയാണോ? ഏതായാലും ഹദ്രത്ത് ഉമർ ബിൻ ഖത്താബ് അദ്ദേഹം വന്നു. അവിടെ അദ്ദേഹം പറഞ്ഞു, ഞാൻ തന്നെയാണ്. അങ്ങാണോ ഉമർ? ഞാൻ തന്നെയാണ് ഉമർ. എന്തേ? ഒന്നുമില്ല. ഉള്ളിൽ ചോദിക്കണമെന്നുണ്ട്. കിരീടം, സ്വർണ്ണ കിരീടം, ചെങ്കോല്, പരിചാരികമാരും പരിചാരകന്മാരും, കുന്തം പിടിക്കുന്നവരും വാള് പിടിക്കുന്നവരും കണ്ടില്ലല്ലോ അവരൊന്നും എന്ന് ചോദിക്കണമെന്ന് ചോദിക്കാൻ മടി. ഏതായാലും സാക്ഷാൽ ഉമർ തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. ഉമർ ബിൻ ഖത്താബ് ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ സർവാധിപതി. കുശലാന്വേഷണങ്ങൾ നടത്തി. യാത്ര സുഖമായിരുന്നോ? ആഹാരം എന്താണ് കഴിച്ചത്? എന്നിത്യാദി കാര്യങ്ങളുടെ കുശലാന്വേഷണങ്ങൾ നടത്തിയ ശേഷം ജബല ഉമറിനോട് തന്നെ ബുസ്രായുടെയും ദമാസ്കസിൻ്റെയും ഇടയിലുള്ള നാടുകളുടെ ഗവർണറാക്കാൻ, ഉമറിൻ്റെ കീഴിൽ അവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായിട്ട് കൊണ്ടു നടക്കാൻ, അതിന് അദ്ദേഹത്തെ ഗവർണറാക്കാൻ ആവശ്യപ്പെട്ടു. തൻ്റെ പൂർവ്വകാല പ്രതാപം, താൻ ആരായിരുന്നു, എങ്ങനെയുള്ള ആളായിരുന്നു, ആ നാട്ടിൽ തനിക്ക് എന്തൊരു സ്വാധീനമാണുള്ളത്, താൻ ഇനി എന്താണ് അവിടെ ചെയ്യാൻ പോകുന്നത് എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചെല്ലാം സംസാരിച്ചു. എന്നാൽ ഖലീഫ ഉമർ അത് അംഗീകരിച്ചില്ല. അർത്ഥിക്കുന്നവർക്ക് അധികാരം കൊടുത്തുകൂടാ. അധികാരം വന്നു ചേരേണ്ടതാണ്, അധികാരം തേടിപ്പിടിക്കേണ്ടതല്ല, അധികാരം വന്നു ചേരേണ്ടതാണ്. ഇന്നത്തെ നമ്മളുടെ നേതാക്കന്മാർ അധികാരത്തിൻ്റെ പുറകിലോടുന്നവരാണ്. നാണം കെട്ട് മാനം കെട്ട് എവിടെയും അവരുടെ നട്ടലിൽ ചക്കയുടെ മടൽ പോലെ വളച്ചൊടിച്ച് പിരിച്ച് ചതച്ച് കാണിച്ച് അധികാരം കൈപ്പറ്റുന്ന ആളുകൾ. പക്ഷെ അധികാരം പ്രയോഗിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? അവരുടെ സ്ഥാനം ജനങ്ങൾ കൊടുത്തതല്ല. ആയതുകൊണ്ട് അവരെ അംഗീകരിക്കില്ല, ചിലപ്പോൾ തള്ളിക്കളയും. ആയതുകൊണ്ട് തന്നെ അർത്ഥിക്കുന്നവർക്ക് അധികാരമാകരുത്. നിങ്ങൾ എന്നോട് ഗവർണർ സ്ഥാനം ആവശ്യപ്പെട്ടില്ലേ? നിങ്ങൾ അഭ്യർത്ഥിച്ചില്ലേ, അർത്ഥിച്ചില്ലേ, യാചിച്ചില്ലേ? അത് നിങ്ങൾക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല. അതുകൊണ്ടാണ്. അതിനുള്ള യോഗ്യത പിന്നെ ആർക്കാണുള്ളത്? അതവരുടെ പെരുമാറ്റത്തിലൂടെ അവർ കാണിക്കണം. സത്യത്തിലുള്ള വിശ്വാസം, അചഞ്ചലമായിട്ടുള്ള വിശ്വാസം, ചെയ്യുന്ന സകല കർമ്മങ്ങളും ധർമ്മപ്രകാരം ഉള്ള കർമ്മങ്ങൾ, സത്കർമ്മങ്ങൾ, ചെയ്യുന്ന കർമ്മങ്ങളിലുള്ള സൂക്ഷ്മത, അതിലുള്ള ജാഗ്രത,
ഇതൊക്കെയാണ് വേണ്ടത്. അവരാണ് നേതൃസ്ഥാനത്തിന്, അധികാരസ്ഥാനത്തിന് അർഹരായിട്ട് മാറുന്ന ആളുകൾ, യോഗ്യന്മാരായിട്ടുള്ള ആളുകൾ അവരാണ്. ഈ കാര്യം ജബലയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഞാനിവിടെ ഖലീഫ സ്ഥാനത്തിരിക്കുന്നത് ആ സ്ഥാനം ആവശ്യപ്പെട്ടിട്ടല്ല. ഖലീഫ സ്ഥാനത്തിരിക്കാൻ എനിക്ക് കഴിയില്ലെന്ന് 100 ആവർത്തി പറഞ്ഞിട്ടും അള്ളാഹുവിൻ്റെ നിയോഗപ്രകാരം എൻ്റെ സ്വഹാബിയായിട്ടുള്ള, എൻ്റെ ഖലീഫയായിട്ടുള്ള അബൂബക്കർ പറഞ്ഞത് പ്രകാരം കയറിയിരിക്കുകയാണ്. അർത്ഥിച്ചുകൊണ്ടുണ്ടാക്കിയ അധികാരമല്ല ഇത്. ഏതായാലും എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തിയെങ്കിലും ജബല അതിന് പൂർണ്ണമായിട്ടും സംതൃപ്തനായില്ല. അതിനുശേഷം അദ്ദേഹം ജബല പരിവാരങ്ങളോടൊത്ത് ഹജ്ജ് കഴിയുന്നത് വരെ, ഹജ്ജിൻ്റെ സമയമെടുത്തിരിക്കുന്നു. ഗസാൻ രാജാവായിട്ടുള്ള ജബല അതിനകം ഇസ്ലാം ആശ്ലേഷിച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള ആളുകളും ആശ്ലേഷിച്ചിരുന്നു. അതുകൊണ്ട് ജബല പരിവാരങ്ങളോടൊത്ത് ഈ ഹജ്ജ് കഴിയുന്നത് വരെ മദീനയിൽ തങ്ങാനുള്ള അനുവാദം ചോദിച്ചു. ഉമർ ബിൻ ഖത്താബ് ഖലീഫ അതിനവർക്ക് അനുവാദം കൊടുക്കുകയും ചെയ്തു. അവർക്ക് വേണ്ടുന്ന ആവശ്യമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ, താമസ സൗകര്യങ്ങൾ, അതൊക്കെയും നൽകാൻ വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കാനും വേണ്ടപ്പെട്ടവരോട് ആജ്ഞാപിച്ചു. അങ്ങനെ ഹജ്ജ് കാലം വന്നു. മസ്ജിദുൽ ഹറാം ജനനിബിഡമായി. പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ, വിവിധ ദേശക്കാർ വരുന്നു, വിവിധ ഭാഷക്കാർ വരുന്നു, ഭിന്ന വർഗക്കാർ വരുന്നു, ഭിന്ന ഗോത്രക്കാർ വരുന്നു. പക്ഷെ എല്ലാവർക്കും ഒരേ വേഷമാണ്. എല്ലാവരും ഉരുവിടുന്ന ശബ്ദവും ഒന്ന് തന്നെ. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്. എല്ലാ ആദരങ്ങളും അതുതന്നെയാണ് ഉരുവിടുന്നത്. പ്രാർത്ഥനാനിരതമായിട്ടുള്ള ഖണ്ഡങ്ങൾ. അവിടെ കുശലാന്വേഷണങ്ങളില്ല, നാടോടി പാട്ടുകളില്ല. പ്രാർത്ഥനാനിരതമാണ് രാപ്പകൽ ഖണ്ഡങ്ങൾ. ദിവ്യ സ്നേഹത്തിന് വേണ്ടി കേഴുന്ന കണ്ണുകളാണ് അവിടെയുള്ളത്. ദൈവകാരുണ്യം യാചിക്കുന്ന കൈകളാണ് അവിടെയുള്ളത്. വിനയം മുറ്റി നിൽക്കുന്ന വദനങ്ങൾ. ഇവിടെ തിരിഞ്ഞാലും അവിടെ സ്തോത്രങ്ങൾ മാത്രം, എങ്ങും ദൈവ കീർത്തനങ്ങൾ മാത്രം. ഭക്തി നിർഭരമായിട്ടുള്ള അന്തരീക്ഷം മസ്ജിദുൽ ഹറാം. കാരണം ഹജ്ജിൻ്റെ സമയമായിരിക്കുന്നു. അവിടെ കൂടിയ എല്ലാവരും തന്നെ കാബ പ്രദക്ഷിണത്തിൽ അവരതിന് വ്യാപൃതരാണ്. നിരവധി ആളുകളുണ്ടെങ്കിൽ പോലും അനാവശ്യമായിട്ടുള്ള ശബ്ദ കോലാഹലങ്ങളില്ല അവിടെ. ആയതുകൊണ്ട് തന്നെ പ്രശാന്ത സുന്ദരമായിട്ടുള്ള ഒരു അന്തരീക്ഷം. പെട്ടെന്നാണ് ഒരു കരച്ചിൽ, അതിദയനീയമായിട്ടുള്ള ശബ്ദം, ഒരു കരച്ചിൽ. ഇത് കേട്ടപ്പോൾ എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞു എന്താണെന്നറിയാൻ. ഏതോ ഒരു ഗ്രാമത്തിൽ നിന്ന് വന്നൊരു യുവാവാണ് ഈ കരയുന്നത്. അദ്ദേഹത്തിന് മുറിവ് പറ്റിയിട്ടുണ്ട്, ശരീരം മുഴുവൻ രക്തത്തിൽ കുതിർന്നിട്ടുണ്ട്, വസ്ത്രത്തിന് മുഴുവൻ ചോരയാണ്. അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് വേറൊരാൾ നിൽക്കുന്നുണ്ട്. അദ്ദേഹം നല്ല ആരോഗ്യവാനായിട്ടൊരാളാണ്. വളരെയധികം വിനയസമ്പന്നത അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണാം, കുലീനതയുണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണാം. ആ രീതിയിലുള്ള രൂപഭാവഭേദങ്ങൾ. പക്ഷെ കോപം കൊണ്ട് കത്തുന്ന കണ്ണുകളാണ്, വിവർണമായിട്ടുള്ള മുഖമാണ്. അദ്ദേഹം ശകാരിക്കുന്നുമുണ്ട്. കുലീനത തോന്നിക്കുന്ന രൂപഭാവഭേദങ്ങളും മറ്റുള്ളവർ കാണിക്കുന്ന വിനയവും. പക്ഷേ ആ മനുഷ്യൻ്റെ കണ്ണുകൾ കത്തുകയാണ് ആ സമയത്ത്.
എല്ലാവരും സംഗതി അന്വേഷിച്ചു. അവിടെ നടന്ന സംഭവത്തിൻ്റെ യഥാർത്ഥ രൂപം അദ്ദേഹത്തിൽ നിന്ന് അവർ മനസ്സിലാക്കി. ഈ മുറിവേറ്റ് കിടക്കുന്ന യുവാവ് ഒരു സാധാരണ ഗ്രാമീണനാണ്. അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നതോ ഗസാനിലെ രാജാവ് ജബലത്ത് ബിൻ ഐഹമും. നിലത്തിഴഞ്ഞു കിടക്കുന്ന ജബലയുടെ തുണിത്തുമ്പിൽ ഗ്രാമീണൻ്റെ കാലുകളൊന്ന് തട്ടി. കോപാന്ധനായിട്ടുള്ള രാജാവ്, ഗസാനിലെ രാജാവ് ജബലത്ത് ബിൻ ഐഹമും ആ ഗ്രാമീണനെ ശക്തമായിട്ട് പ്രഹരിച്ചു, അദ്ദേഹത്തെ മുറിവേൽപ്പിച്ചു. അൽഹംദുലില്ലാഹ്.